അങ്ങനെ ദേവയാനി നയനയുടെ വീട്ടിലേക്ക് പോയിട്ട് നയനയാണെന്ന് എനിക്ക് കരൾ നൽകിയ സത്യങ്ങളെല്ലാം തിരിച്ചറിയുന്നുണ്ട്. അവളെ കെട്ടിപ്പിടിച്ച് അവളോട് മാപ്പ് പറഞ്ഞ് അവളോട് സ്നേഹത്തോടെ സംസാരിക്കുകയും തന്റെ മരുമകളാണെന്നും പറഞ്ഞ് അവളെ സ്വീകരിക്കുന്നുണ്ട് കേട്ടോ. ഈ ഒരു വീഡിയോ കഴിഞ്ഞ 2 പാർട്ടായിട്ട് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. കാണാത്തവരൊന്ന് കണ്ടു നോക്കുകയാണെങ്കിൽ ക്ലിയർ ആവട്ടോ. അങ്ങനെ നയനയുടെ നെറ്റിക്ക് ഒരു ഉമ്മയൊക്കെ കൊടുക്കുന്നുണ്ട് ദേവയാനി. അങ്ങനെ നയനയ്ക്കും ദേവയാനിക്കും ഒരുപാട് സന്തോഷമാവുന്നുണ്ട്. നവ്യാണെങ്കിലും പറയാണ്, ശരിക്കും ഇവിടേക്ക് വന്നപ്പോൾ ഞാൻ പേടിച്ചു പോയി. ഞാൻ അമ്പലത്തിലേക്കാണെന്ന് പറഞ്ഞിട്ടാ അമ്മ എന്നെ കൊണ്ടുവന്നത്. ഇങ്ങോട്ടേക്ക് വന്നപ്പോഴേ ഞാനെന്ന് വിറക്കായിരുന്നു. കനവും ഗോവിന്ദനും പറയാണ്, ഞങ്ങളുടെ അവസ്ഥ തന്നെ പറയണോ? ചേച്ചിയെ കണ്ടപ്പോൾ ഞങ്ങൾ ആകെപ്പാടെ പേടിച്ചു പോയിന്ന് കനകം പറയാണ്. അങ്ങനെ ഉച്ചയ്ക്കുള്ള ഊണൊക്കെ കനകം പെട്ടെന്ന് തന്നെ റെഡിയാക്കുന്നു കേട്ടോ. അങ്ങനെ ഹാളില് എല്ലാവർക്കും ഒപ്പം ഒരുമിച്ചിരുന്ന് ദേവേനി ആഹാരം കഴിക്കാണ്. ദേവേനി പറയുന്നുണ്ട്, എന്തായാലും എനിക്കിപ്പോൾ ഒരുപാട് സന്തോഷമായി. ഇന്നേ വരെ ഞാൻ ഇവിടെ നിന്നുള്ള വെള്ളം പോലും കുടിച്ചിട്ടില്ലല്ലോ. അതൊക്കെ എൻ്റെ അഹങ്കാരം കൊണ്ടായിരുന്നു. പിന്നെ ഞാൻ ആഗ്രഹിച്ചത് നവി എന്ന മരുമോളയായിരുന്നു. പക്ഷെങ്കിൽ അത് മാറി നയന വരികയും അതുപോലെ തന്നെ നിങ്ങളെല്ലാം ചതിക്കുകയാണെന്ന് അറിഞ്ഞപ്പോൾ എനിക്കിത് സഹിക്കാൻ പറ്റിയില്ല. അത് മാത്രമല്ല, കുടുംബം ഒരുപാട് പണയിലത്ത് കുടുംബമാണെന്ന് അറിഞ്ഞപ്പോഴും എനിക്ക് വല്ലാത്തൊരു വിഷമം തോന്നി. അതൊക്കെ ഇപ്പൊ തെറ്റായിപ്പോയെന്ന് എനിക്ക് മനസ്സിലാകുന്നുണ്ട്. നിങ്ങൾ നൽകിയത് പത്രമായിട്ട് തങ്കം തന്നെ എനിക്ക് എന്ന് ദേവേനി പറയാണ്. എന്റെ മരുമകളായിട്ട് എന്റെ മകന്റെ ഭാര്യയായിട്ട് നയനെ കിട്ടിയത് ഞങ്ങളുടെ വലിയ ഭാഗ്യം തന്നെയാ. ഇപ്പൊ അതെനിക്ക് മനസ്സിലായി. എനിക്ക് വേണ്ടി എന്തും ചെയ്യുമെന്ന് അവൾ പറയുമ്പോൾ പോലും ഞാനൊന്നും വിശ്വസിച്ചിരുന്നില്ല. ഇങ്ങനെ എനിക്ക് വേണ്ടി ചെയ്യുമെന്ന് ഞാൻ ഒരിക്കലും കരുതിയില്ല എന്ന് ദേവേനി പറയുന്നു കേട്ടോ. അങ്ങനെ ഫുഡ് കഴിക്കാൻ നേരം നയന ദേവയുടെ അടുത്തിരിക്കുകയാണ്. നയനയ്ക്ക് ദേവയാനി വാരി കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോഴേക്കും നയനയുടെ കണ്ണുകൾ നിറയുന്നുണ്ട്. കനകത്തിന്റെ കണ്ണുകൾ നിറയാണ്. കനകം പറയുന്നുണ്ട്, എനിക്ക് ഒരുപാട് സന്തോഷമായി. കുറെ കാലം ഞാൻ ഒരുപാട് തീരുന്നു. കഴിഞ്ഞ ഒരു മാസമായിട്ട് ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷമായിരുന്നു. കാരണം ആദർശമോൻ ഞങ്ങളുടെ മോളെ അതുപോലെ നോക്കിക്കൊണ്ടിരുന്നേ. ഇപ്പം തിരിഞ്ഞിരുന്ന അമ്മയും കൂടി അവളെ സ്നേഹിക്കാൻ തുടങ്ങിയല്ലോ. ഞങ്ങൾക്ക് ഒരുപാട് സന്തോഷമായി എന്ന് കനകം ദേവേനോട് പറയുന്നുണ്ട്. ദേവേനി പറയാണ്, ഇനി നിങ്ങളൊന്നും കരുതണ്ട, ഇത് എന്റെ മോള് തന്നെയാ. എനിക്ക് ഒരു മോനെ ഈശ്വരൻ നൽകിയത്. അത് പിന്നെ അവൻ അസുഖം ആയതുകൊണ്ട് രണ്ടാമതൊരു കുട്ടി വേണ്ടെന്ന് ഞങ്ങൾ തന്നെയാ പ്ലാൻ ചെയ്തത്. അപ്പോൾ ഒരു പെൺകുട്ടി കൂടെ എനിക്കായി. അങ്ങനെ നിങ്ങൾ കരുതിയാൽ മതി. ഇനി നയനമൊക്കെ അവിടെ ഒരു വിഷമം ഉണ്ടാകാൻ ഞാൻ സമ്മതിക്കില്ല എന്ന് ദേവേനി പറയുന്നു കേട്ടോ. അപ്പോഴേക്കും നവ്യ മോഹം വിഷമിച്ചിരിക്കുന്ന കാണുമ്പോഴേക്കും കനകം പറയാണ്, എങ്ങളുടെ ഒരു വിഷമം ഇനി ഇവള് മാത്രമാണ്. ഇവിടെ നിങ്ങൾക്കറിയാലോ അബിയുടെയും അവന്റെ അമ്മയുടെയൊക്കെ സ്വഭാവം. ഒരിക്കലും ഇവിടെ വയറ്റിൽ കിടന്ന കുഞ്ഞിനെ അംഗീകരിച്ചിട്ടില്ല. ഇവളെ അംഗീകരിച്ചില്ലെങ്കിൽ പോലും ഇവളുടെ വയറ്റിൽ കിടന്ന കുഞ്ഞിനെയെങ്കിലും അംഗീകരിച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾക്ക് അത്രയ്ക്ക് സമാധാനമായെന്ന് പറയുമ്പോൾ ദേവേനി പറയാണ്, ഇനി ഇപ്പൊ ഞാനുണ്ടല്ലോ അതൊന്നും ഓർക്കണ്ട. നവ്യമോളെ, നീയും എനിക്ക് എന്റെ മോളെപ്പോലെ തന്നെയാ. അതുകൊണ്ട് നീ ഒന്നുകൊണ്ട് വിഷമിക്കണ്ട. ജലജരും അബിയുടെ സ്വഭാവം ഉണ്ടായപ്പോ തൊട്ട് അങ്ങനെ തന്നെയാ. ഞാൻ കാണുന്ന കാലം തൊട്ട് അവരങ്ങനെ തന്നെയാ. അവർക്ക് വലിയ മാറ്റം ഉണ്ടാകാൻ പോകുന്നില്ല. പക്ഷെങ്കിൽ അബിയെ നിനക്ക് മാറ്റം കൊണ്ടുവരാൻ സാധിക്കും. നിന്റെ ഭർത്താവ് അബി ഒരു പെണ്ണ് വിചാരിച്ചാലേ മാറ്റം വരാത്തായിട്ട് ഒന്നും ഈ ലോകത്തില്ല. അതുകൊണ്ട് മോളൊന്ന് ശ്രമിച്ചു നോക്ക്. ഈ അമ്മായും ഈ വലിയ അമ്മായി എന്റെ കൂടെ തന്നെ കാണും എന്ന് പറയുമ്പോൾ അമ്മായി ഞങ്ങളുടെ സപ്പോർട്ട് ഉണ്ടല്ലോ, പിന്നെ ഞങ്ങൾക്ക് ഒന്നും വേണ്ട എന്ന് നവ്യ പറയാണ്. ആ സ്വത്ത് മുതലൊക്കെ ഒരുപാട് ആഗ്രഹിച്ച് ഞാൻ ആദർശിന്റെ പിന്നാലെ വന്നത്. പക്ഷെ ഇപ്പൊ എനിക്ക് മനസ്സിലായി, സ്വത്ത് മുതലൊന്നല്ല, മനസ്സമാധാനവും സ്നേഹവും ഏറ്റവും വലുതെന്ന് എന്നൊക്കെ പറയാണ്. നന്ദുവിനെ നോക്കിയിട്ട് ദേവേനി പറയുന്നുണ്ട്, ശരിക്കും നന്ദുമണി സ്നേഹത്തിലാണെന്ന് അറിഞ്ഞപ്പോൾ എനിക്ക് എന്റെ കൺട്രോൾ വിട്ടുപോയി. നിങ്ങൾ പറ്റിച്ച് നന്ദുവിനെ കൂടി അങ്ങോട്ടേക്ക് വിടാൻ ശ്രമിക്കുകയാണെന്ന് ഞങ്ങൾ കരുതിയത്. പക്ഷെ ഇപ്പോൾ എനിക്ക് മനസ്സിലായി അങ്ങനെയൊന്നും ഇല്ലെന്ന്. പിന്നെ അനാമിക അനിയാണല്ലോ സ്നേഹിച്ചത്. അതുകൊണ്ട് ആ കല്യാണമാണ് നടന്നത്. ഈശ്വര നിശ്ചയം അതുതന്നെ ആയിരിക്കും. നന്ദുമോക്ക് നമുക്ക് നല്ലൊരു വിവാഹാലോചന കണ്ടുപിടിക്കണം. അതുപോലെ തന്നെ നല്ലൊരു ജോലിയും അവർക്ക് മേടിച്ചു കൊടുക്കണമെന്ന് പറയുന്നുണ്ട്. അപ്പോഴേക്കും കനകം പറയാണ്, ആദർശമോൻ ഒരുപാട് തവണ പറഞ്ഞതാ കമ്പനിയിലേക്ക് നന്ദുമോളെ കൊണ്ടുവന്ന്. പക്ഷെ അവള് സമ്മതിച്ചില്ല. നന്ദു പറയാണ്, അതൊന്നും വേണ്ട. അനാമയ്ക്ക് എന്നെയും അനിനെയും ഭയങ്കര സംശയമാണ്. ആ ഒരു പ്രശ്നത്തിനടുക്ക് ഞാനും കൂടി കമ്പനിയിലേക്ക് വന്ന അത് വലിയ പ്രശ്നമാവും എന്ന് പറയുന്നുണ്ട്. അപ്പോഴേക്കും ദേവേനി പറയാണ്, അതിനെക്കുറിച്ചൊക്കെ നമുക്ക് പതിയെ ആലോചിക്കാം. മോള് ആദ്യം പഠിത്തമൊക്കെ കഴിഞ്ഞില്ലേ, മോളൊന്ന് മൈൻഡൊക്കെ ഒന്ന് സെറ്റാക്ക്. അപ്പോഴേക്കും എല്ലാം ആകും. പണ്ടത്തെ പോലെ ഒരു സ്ട്രോങ് ഒന്നും മോളുടെ അടുത്ത് ഇപ്പൊ കാണുന്നില്ലോ എന്ന് പറയുന്നുണ്ട്. നവി പറയാണ്, അതൊന്നും അല്ല, ഈയിടയ്ക്ക് ആരോ വന്ന് അവളെ ഒന്ന് ഫൈറ്റ് ചെയ്യാൻ ശ്രമിച്ചു. നാട് റോഡിലിട്ട് അവളെല്ലാത്തിനും അടിച്ച് പഞ്ചറാക്കി എന്ന് പറയുന്നുണ്ട്. ആഹാ കൊള്ളാലോ എന്ന് പറയണം കേട്ടോ ദേവയാനി. അങ്ങനെ ദേവയാനി ഭക്ഷണമൊക്കെ കഴിഞ്ഞിട്ട് പറയാണ്, നയനമോളെ പെട്ടെന്ന് സാധനമൊക്കെ എടുത്തോ, വീട്ടിലേക്ക് പോകാന്ന് പറയുന്നുണ്ട്. അപ്പോഴേക്കും ഗോവിന്ദനും കനകും, അയ്യോ വീട്ടിലേക്ക് പോകാനോ, അതിന് മോളെ റെസ്റ്റ് അല്ലേ എന്ന് ചോദിക്കാണ്. അപ്പോഴേക്കും ദേവേനി പറയുന്നുണ്ട്, എന്താ എന്റെ വീട്ടിൽ പോയാൽ റെസ്റ്റ് എടുക്കാൻ പറ്റില്ലേ? അയ്യോ അങ്ങനെയല്ലല്ലോ, ഇവിടെ ആകുമ്പോ ഞാൻ നോക്കാനില്ലേ എന്ന് പറയുന്നുണ്ട്. അപ്പോഴേക്കും ദേവേനി പറയാണ്, അവിടെ ഞാൻ നോക്കാനുണ്ട്. ശരിയാ, ഞാൻ സുഖമില്ലാതെ കിടക്കാം. എങ്കിലും അവളെ നോക്കാനൊക്കെ ഞങ്ങളെ കൂടെ സാധിക്കും. പ്രത്യേകിച്ചൊന്നും നോക്കണ്ടല്ലോ. സ്വന്തമായിട്ട് കുളിക്കാനും സ്വന്തം കാര്യം ചെയ്യാനും ഇപ്പം ഞങ്ങൾക്ക് രണ്ടുപേർക്കും സാധിക്കുന്നുണ്ട്. പിടിച്ചോണ്ട് നടക്കാനേ ഞങ്ങൾ രണ്ടും കൈ പിടിച്ച് നടന്നോളാം. ഫുഡ് ഉണ്ടാക്കുന്നതൊക്കെ ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഒരുപോലെ ഉണ്ടാക്കിയാൽ മതിയല്ലോ. അതുകൊണ്ട് പ്രത്യേകിച്ചുള്ള നോക്കാനൊന്നുമില്ല.
അവളുടെ അമ്മയായി ഞാനവിടെ ഉള്ളപ്പോൾ കനകം ഒന്നും കൊണ്ടും പേടിക്കണമെന്ന് പറയുന്നുണ്ട്. കനകം പറയാണ് ഇതൊക്കെ കേൾക്കുമ്പോൾ സ്വപ്നമാണെന്ന് പോലെ ഇങ്ങനെ ഓർത്തു പോകാമെന്ന് പറയുമ്പോൾ അവൾ പറയാണ് സ്വപ്നമൊന്നും അല്ല, സത്യം തന്നെയാ, അതുകൊണ്ട് വിശ്വസിക്കാം എന്ന് പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ നവ്യയോട് പറയാണ് നയനെ നീ പിടിച്ചോ എന്ന് പറയുന്നുണ്ട്. അങ്ങനെ അവരുടെ ഡ്രസ്സൊക്കെ പാക്കിയാണ്. ഈ സമയത്ത് നയനെ പറയുന്നുണ്ട് അത് പിന്നെ ആദർശോട് പറയാതെ ഞാൻ അങ്ങനെ വരും. ആദർശേ എൻ്റെ മകനല്ലേ, അവനോട് പറയാം. അത് മാത്രമല്ല നിന്നെയും കൊണ്ട് ഞാൻ ചെല്ലുമ്പോഴേ അതെല്ലാവർക്കും വലിയൊരു സർപ്രൈസ് ആയിരിക്കുമെന്ന് പറയുന്നുണ്ട്. അപ്പോഴേക്കും ഗോവിന്ദൻ അല്ല മോക്കൊന്നും കൂടി ഭേദപ്പെട്ടിട്ട് ഒന്നും പറയണ്ട, എനിക്ക് മനസ്സിലായി ഞാൻ കൊണ്ടിട്ട് അവളോട് എന്തെങ്കിലും പെരുമാറുമെന്നോ അടുക്കളയിൽ കയറ്റുന്നൊക്കെയല്ലേ നിങ്ങളുടെ വിഷമം. ഇനി നയനമോള് അങ്ങനെ അടുക്കളയൊന്നും കയറില്ല. ആ ഒരു വിശ്വാസം നിങ്ങൾക്ക് എന്നിൽ അർപ്പിക്കാം. എനിക്ക് കരൾ നൽകിയ എൻ്റെ മരുമകളായവള് മരുമകളല്ല, എൻ്റെ മകൾ തന്നെയാ. അങ്ങനെയുള്ളപ്പോ നിങ്ങൾ എന്തിനാ പേടിക്കുന്നേ, ഞാനില്ലേ ഇവളുടെ കൂടെ എന്ന് പറയാൻ കേട്ടോ. അങ്ങനെ നവ്യ പറയാണ് അതേ അമ്മേ, അവളെ നോക്കാനും ഞാനുണ്ടല്ലോ. എന്നിട്ട് ദേവേനി പറയുന്നുണ്ട് ഇനിയിപ്പോ നിങ്ങൾക്ക് സമാധാനം ഇല്ലെങ്കിൽ കനകം അവിടെ നിന്നോ, എനിക്ക് ഒരു പ്രശ്നമില്ല. നിങ്ങളുടെ മോളുടെ എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് അറിയാൻ ചെയ്യാലോ. ഗോവിന്ദൻ പറയാണ് കനകം നീ പോകുന്നുണ്ടോ? അത് ഞാൻ കുറച്ച് 1-2 ദിവസം കഴിഞ്ഞിട്ട് അങ്ങോട്ടേക്ക് വരാം. എന്തായാലും അവിടെ നിന്ന് എല്ലാവരും സെറ്റ് ആവട്ടെ എന്ന് പറയുമ്പോൾ ദേവേനി പറയുന്നുണ്ട് വേണ്ട വേണ്ട, കനകം ഇത്രയും സംശയിച്ചതല്ലേ, അതുകൊണ്ട് കനകം എൻ്റെ കൂടെ തന്നെ പോരെ. എങ്ങനെയാ മോളെ നോക്കണ്ടേന്ന് കനകത്തിന് അറിയാൻ വേണ്ടിയിട്ടല്ലേ 2 ദിവസം കഴിയുമ്പോൾ വരാമെന്ന് പറഞ്ഞത്. അതുകൊണ്ട് കനകം ഒട്ടും വിശ്വസിക്കാതിരിക്കണ്ട. കനകം മാത്രമല്ല നന്ദുവിൻ്റെ അച്ഛനും എല്ലാവരും വന്നോളൂ എന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോഴേക്കും ഗോവിന്ദൻ പറയാണ് അയ്യോ എനിക്ക് വരാൻ സാധിക്കില്ല, എനിക്കിവിടെ കുറച്ച് പണിയുണ്ട് കടയിൽ. അപ്പോഴേക്കും നന്ദനോട് ചോദിക്കാണ് അല്ല നന്ദമോക്ക് വരാൻ സാധിക്കില്ലേ? അല്ല അച്ഛൻ ഒറ്റയ്ക്കായിരിക്കുമ്പോൾ ഞാൻ എന്തെങ്കിലുമൊക്കെ സഹായിക്കേണ്ടേ അച്ഛൻ എന്ന് പറയുന്നുണ്ട്. എന്നാൽ ശരി കനകം പെട്ടെന്ന് തന്നെ റെഡിയായിക്കോ. എന്തായാലും 1 മാസം കൂടി നയനമോക്ക് റെസ്റ്റ് ഉണ്ട്, നയനെ നോക്കാൻ ഞാൻ തന്നെ മതി എന്ന് പറഞ്ഞിട്ടും നിങ്ങൾക്ക് വിശ്വാസമാവാത്തോണ്ടാണ് ഞാൻ ഇങ്ങനെ പറഞ്ഞത്. അതുകൊണ്ട് നയനെ നോക്കാനായിട്ട് കനകം അങ്ങോട്ടേക്ക് പോരെ. നയനെ മാത്രമല്ല കൂട്ടത്തിൽ എന്നെയും കൂടെ നോക്കണം, പറ്റുമോ എന്ന് ചോദിക്കുമ്പോൾ കനകം പറയാണ് അതൊക്കെ എനിക്ക് വലിയ സന്തോഷമാണ്. ഇപ്പൊ 3 പേരെ നോക്കാലോ, എൻ്റെ ഗർഭിണിയായ മരുമകളെയും പിന്നെ എൻ്റെ മകളെയും എൻ്റെ നയനമോളെ പിന്നെ നിങ്ങളെ നോക്കാലോ, അതെനിക്ക് സന്തോഷമുള്ള കാര്യം തന്നെയാണെന്ന് കനകം പറയാണ്. ഗോവിന്ദൻ പറയുന്നുണ്ട് എങ്കിൽ നീ ചെല്ലു കനകം, ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ഞാൻ നിന്നോട് മാനേജ് ചെയ്തോളാം എന്ന് പറയാണ്. ദേവേനി പറയുന്നുണ്ട് അത് മാത്രമല്ല ഇന്ന് വൈകിട്ടത്തേന് നന്ദും ഗോവിന്ദനും അത്താഴത്തിന് അങ്ങോട്ടേക്ക് വന്നേക്കണം കേട്ടല്ലോ, എൻ്റെ വാക്ക് തട്ടരുത് എന്ന് പറഞ്ഞിട്ട് നയനയും കൂട്ടിയിട്ട് ദേവയാനി അവിടെ നിന്ന് ഇങ്ങനെ ഇറങ്ങുകയാണ്. ഈ ഒരു കാഴ്ച കാണുമ്പോൾ കനകത്തിനും ഗോവിന്ദനും നന്ദുവിനും വല്ലാത്ത സന്തോഷമാകുന്നുണ്ട്. അങ്ങനെ വണ്ടിയിൽ ഇവരെല്ലാം കയറുന്നുണ്ട് കേട്ടോ. അങ്ങനെ നന്ദുവിനോട് ടാറ്റ പറയാൻ കേട്ടോ നയന. നന്ദു പറയുന്നുണ്ട് ഒത്തിരി സന്തോഷമായി ചേച്ചി, നിങ്ങളിപ്പോൾ സന്തോഷത്തോടെ ജീവിക്കുന്നുണ്ടല്ലോ, എനിക്കത് മാത്രം കണ്ടാൽ മതി. എൻ്റെ ചേച്ചിമാർ 2 പേരും നല്ല സന്തോഷത്തോടെ ജീവിക്കണം, എനിക്ക് അത്രയും കണ്ടാൽ മതി എന്നൊക്കെ നന്ദു പറയാണ്. ദേവേനി പറയാണ് നീയും വിഷമിക്കണ്ട, നീയും സന്തോഷത്തോടെ ജീവിക്കും, അങ്ങനെ നല്ല മനസ്സുള്ളവരാ നിന്റെ ചേച്ചിമാരൊക്കെ എന്ന് പറയുന്നുട്ടോ ദേവയാനി. അങ്ങനെ ദേവയാനിയും കനകവും നവ്യയും നയനയും കൂടിയിട്ട് നന്ദാവനത്തിൽ നിന്നും അനന്തപുരിലേക്ക് പോവാണ്. ഇതിന്റെ ബാക്കി സ്റ്റോറി അടുത്തൊരു അപ്ലോഡ് ചെയ്യാട്ടോ.